ഹായ് ഫ്രണ്ട്സ്, ഞാൻ രജിത്ത്. വീണ്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നേക്കുന്ന നമ്മൾ ടെസ്റ്ററിനെ കുറിച്ച് ഇത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം നമ്മൾ 2 ടെസ്റ്റർ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഇന്നും ഒരു ടെസ്റ്റർ പരിചയപ്പെടാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2 ടെസ്റ്റർ പരിചയപ്പെട്ടു. ഒരെണ്ണം കണ്ടിന്യൂറ്റി ടെസ്റ്ററായിരുന്നു, ഒന്ന് നമ്മുടെ സാധാരണ ടെസ്റ്ററായിരുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ടെസ്റ്ററാണ്. ഈ ടെസ്റ്റർ ഡിജിറ്റൽ ടെസ്റ്ററാണ്. ഇതിനകത്ത് നിങ്ങൾക്കൊരു ഇവിടെ ഇങ്ങനൊരു സ്ക്രീൻ കാണാം. സ്ക്രീനിനകത്ത് നമ്മൾ എത്ര വോൾട്ടാണ് ആംപ്സ് ആണെന്ന് കാണിക്കും. നമ്മൾ ഫേസിലേക്ക് നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സോക്കറ്റിനകത്ത് നമ്മൾ ഇടുമ്പോൾ അതിനകത്ത് കാണിക്കും എത്ര വോൾട്ട് ഉണ്ടെന്നുള്ളത് കറക്റ്റ് കാണിക്കും. അപ്പം ഇത് 500 വാട്ട് വരെ ചെക്ക് ചെയ്യാവുന്ന ഒരു ടെസ്റ്ററാണ് ഇത്. അപ്പോൾ ഇതിനെ പറയുന്നത് ഡിജിറ്റൽ ടെസ്റ്റർ എന്നാണ് പറയുന്നത്. ഡിജിറ്റൽ ടെസ്റ്ററാണ്, ഡിജിറ്റൽ സ്ക്രീൻ ടെസ്റ്ററാണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ 2 ബട്ടണുണ്ട് ഇവിടെ ഇങ്ങനെ. ഇത് നിയോൺ ബൾബാണ്, നിയോൺ ലൈറ്റാണ്. ഈ ലൈറ്റ് കത്തും. ഈ 2 ഇതുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇതിൽ ഒരെണ്ണം ഈ കാണുന്ന നമ്മൾ കൈ അകക്കുമ്പോൾ നമ്മൾ എർത്ത് പാസ് ചെയ്തിട്ട് ഈ ലൈറ്റ് സാധാരണ രീതിയിലുള്ള ടെസ്റ്റർ പോലെ ഇതിനകത്ത് നമുക്ക് ഡിജിറ്റലി നമുക്ക് ആംസും വോൾട്ടും നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ടെസ്റ്ററാണിത്. ഇതെല്ലാ ഇലക്ട്രീഷ്യന്മാരുടെ കയ്യിൽ വേണ്ട ഒരു സാധനമാണ്. നമുക്ക് ചില സമയത്ത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ലൈനിൽ എന്താ വരുന്നത്, ഏത് വോൾട്ടാണ് വരുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ടെസ്റ്ററാണ്. ടോട്ടൽ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഈ സാധനം. സുലഭമായിട്ട് വലിയ റേറ്റും വരുന്നില്ല. 200 രൂപ താഴെയാണ് നിൽക്കുന്നതിൻ്റെ പ്രൈസ്. അപ്പം എല്ലാവരും ഈ ടെസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയെന്നുള്ളത് വിചാരിക്കുന്നു. അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അടുത്ത ടെസ്റ്റർ നമുക്ക് അടുത്ത ലക്കത്തിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പം എല്ലാവരും എൻ്റെ പേജ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരിക. എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രീഷ്യന്മാരാണെന്ന് പറഞ്ഞ് നമുക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോൾ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന സംഭവം ഡെയിലി പുതിയ ഇന്നോവേഷൻ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മാറ്റങ്ങൾ പുതിയ എക്യുപ്മെൻറ്റ്സും പുതിയ ഡിവൈസസും പുതിയ ആക്സസറീസും വന്നുകൊണ്ടിരിക്കുക. അപ്പം പരിമിതിയാണ് നമ്മുടെ അറിവെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വെറും ഒരു ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നതിനകത്ത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറഞ്ഞാൽ പകുതി നോളേജ് നമുക്കുള്ളൂ ശരിക്കും. അപ്പം എല്ലാവരും ഇതേക്കാട്ടി കൂടുതൽ നോളേജ് എനിക്ക് പറഞ്ഞു തരുക. അപ്പം ഈ വീഡിയോ ഇവിടെ തന്നെ ഞാൻ നിർത്തുന്നു. നമസ്കാരം.